ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു 100 വട്ടം ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോ ചോദിച്ചതാ, അമ്മ അച്ഛൻ എങ്ങോട്ടാ പോകുന്നതെന്ന്. ആരോടുള്ള വാശി തീർക്കാൻ ഈ പുറപ്പാട്? ഒന്നും ഓർക്കണ്ട, ആ വയ്യാത്ത മനുഷ്യനെ ഓർത്തിട്ടെങ്കിലും. വിഷ്ണു, വേണ്ട, ഇനി കൂടുതലൊന്നും പറയണ്ട. ഹലോ, ഞാൻ രമണൻ പിള്ളയാ, സത്യമ്മയുടെ വീട്ടിലെ. മനസ്സിലായി പിള്ളച്ചേട്ടാ. ശാലിനി കുഞ്ഞിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതാ ഞാൻ ഈ നമ്പറിലേക്ക് വിളിച്ചത്. ശാലിനി ഇവിടെ ഉണ്ട്, കൊടുക്കട്ടെ? എങ്കിൽ വലിയ ഉപകാരമായി. പിള്ളച്ചേട്ടനാ, നിന്നോടെന്തോ പറയാനുണ്ടെന്ന്. പിള്ളച്ചേട്ടാ പറഞ്ഞു, ശാലിനിയ. കുഞ്ഞെ, എല്ലാം പോയി കുഞ്ഞെ. നമ്മുടെ വീട് ജപ്തി ചെയ്തു. മോളെ, സാധനങ്ങളെല്ലാം പുറത്തിട്ടേക്കോ. ഞാനും പൊന്നിയും ഗേറ്റിന് പുറത്തുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അച്ഛനും സത്യമ്മയൊക്കെ. വിഷ്ണുട്ടൻ അവിടെ ഇല്ലേ? ആ ചന്ദ്രബോസ് പോലീസുകാരനോട് വഴക്കുണ്ടാക്കിയിട്ട് വിഷ്ണു കുഞ്ഞ് എവിടേക്കോ പോയിരിക്കുക. ഞങ്ങളോട് സാധനങ്ങളൊക്കെ എടുത്തോളാൻ പറഞ്ഞിട്ട് സത്യാമ്മയും രാഘവൻ സാറും കൂടി ഓട്ടോ പിടിച്ച് എങ്ങോട്ടും ഇറങ്ങിപ്പോയി. വീട് പൂട്ടി സീൽ ചെയ്തിട്ട് ചന്ദ്രബോസും വന്നവരൊക്കെ പോയി. ഞങ്ങളിപ്പോ പുറത്തേക്കാ. വിളിച്ചിട്ട് ആരും ഒട്ടും ഫോൺ എടുക്കുന്നുമില്ല. ഞങ്ങൾ എന്താ കുഞ്ഞാ വേണ്ടത്? പിള്ളച്ചേട്ടാ, തൽക്കാലം അവിടെ തന്നെ നിൽക്ക്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അല്പം കഴിയുമ്പോ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി. എന്താ മോളെ? കിടക്ക്. മോളെ, എന്താ പറ്റിയേ? ജപ്തി നടന്നമ്മ. അയ്യോ, എന്താ പറഞ്ഞ? ഇങ്ങോട്ട് വിളിക്കാന്ന്, ഇവിടെ തന്നെ നിൽക്കാൻ. സാധനങ്ങളൊക്കെ പിള്ളച്ചേട്ടനെയും പൊന്നെ ഏൽപ്പിച്ചിട്ട് അച്ഛനും സത്യമേയും കൂടി എങ്ങോട്ടോ പോയെന്നാ പറഞ്ഞത്. അപ്പൊ വിഷ്ണു അവിടെ ഇല്ലേ മോളെ? ചന്ദ്രബോസും ഒക്കെ ആയിട്ട് എന്തോ വഴക്കൊക്കെ ഉണ്ടായി. എങ്ങോട്ടാ പോയെന്ന് പിള്ളച്ചേട്ടനും അറിയില്ല. വഴക്ക് മാത്രമല്ലേ ഉണ്ടായുള്ളൂ, ദേഹോപദ്രവൊന്നും ഉണ്ടായില്ലല്ലോ. അങ്ങനെയാ പിള്ളച്ചേട്ടൻ പറഞ്ഞത്. ഇനി സത്യാവസ്ഥ അറിയണമെങ്കിൽ അവിടെ ആരെങ്കിലും ഒന്ന് നേരിട്ട് ചെല്ലണം. പൊന്നിയും പിള്ളച്ചേട്ടനും അവിടെ തന്നെ നിൽക്കുക. അത് അനു ഒന്ന് അവിടെ വരെ പോണം. ചെന്ന് അവിടുത്തെ അവസ്ഥ എന്താണെന്നൊന്ന് അറിയണം. എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതും ചെയ്യണം. മോളെ, സത്യാമേൻ രാഘവേട്ടനും എങ്ങോട്ടാ പോവാൻ സാധ്യത? നമ്മൾ പോയി വിളിച്ചാലൊന്നും നമ്മുടെ കൂടെ വരില്ലല്ലോ. വസുമതി ആന്റിയുടെ അടുത്ത് എന്തായാലും പോവില്ല. പിന്നെ അടുത്ത ബന്ധുക്കളെന്ന് പറയാൻ അങ്ങനെ ആരുമില്ല. സത്യമ്മ അങ്ങനെ ആരോടും അടുപ്പൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ എവിടെയായിരിക്കും പോയിരിക്കുക? വല്ല കടുങ്കൈ വല്ലം കാണിക്കേ? അങ്ങനെ ഒരു പേടി വേണ്ടമ്മ. സത്യം ഒരിക്കലും ആ വഴി സ്വീകരിക്കില്ല. അനു, എത്രയും പെട്ടെന്ന് അവിടെ എത്തണം, വൈകണ്ട. പിന്നെ എത്തിയ ഉടനെ എന്നെ വിളിക്കാൻ വേണം. ശരി മാഡം. എന്റെ ഈശ്വരാ, കാര്യം ജപ്തിയായി, ഉടനെ ജപ്തി നടക്കൂന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് വന്നു കഴിയുമ്പോഴാ മോളെ അതിന്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. എവിടെ പോകും, എന്ത് ചെയ്യും? രാത്രിയാകുമ്പോ തലചായ്ക്കാൻ ഒരു സ്ഥലം വേണ്ടേ? വല്ലാത്തൊരവസ്ഥ തന്നെയാ. വിഷ്ണുവേട്ടനെ കിട്ടുന്നുമില്ല.
ശരി, പിന്നെ വിളിക്കാം. എടാ അപ്പൊ ഇതാണ് അമ്മ മനസ്സിൽ കരുതിയ അമ്മയുടെ ലോകം അല്ലേ? തീരുമാനങ്ങളെല്ലാം അമ്മ ഒറ്റയ്ക്കാണ് എടുക്കുന്നതെന്ന് എനിക്കറിയാം. എന്തായാലും ഞാനൊരു മകനല്ലേ? ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എന്നെ ഒന്നും സൂചിപ്പിക്കായിരുന്നില്ലേ? ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് കഴിയണ്ടേ? നിന്റെ അച്ഛന് സുഖമില്ലാത്തതാ, അതുകൊണ്ടാ മുൻകൂട്ടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എന്തായാലും എന്നോടൊരു വാക്ക് പറഞ്ഞൂടെ? ഒരു സൂചനയെങ്കിലും എനിക്ക് അമ്മയ്ക്ക് തന്നൂടെ? ഒരു 100 വട്ടം ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോ ചോദിച്ചതാ അമ്മ അച്ഛൻ എങ്ങോട്ടാ പോകുന്നത്? ആരോടുള്ള വാശി തീർക്കാൻ ഈ പുറപ്പാട്? ഒന്നും ഓർക്കണ്ട, ആ വയ്യാത്ത മനുഷ്യനെ ഓർത്തിട്ടെങ്കിലും. വിഷ്ണു, വേണ്ട, ഇനി കൂടുതലൊന്നും പറയണ്ട. അച്ഛാ വന്ന് നമുക്ക് പോവാം. അച്ഛ എനിക്കൂ. അമ്മേ വാ. സൂക്ഷിച്ച് അമ്മ വരാൻ. നിക്ക്.